ബസ്സിൽ. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ കസിൻ ചേട്ടൻ നമ്മൾ പിക്ക് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോവാണ് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. ചേച്ചിയുടെ ബേബി ഷവറാണ്, നമ്മൾ അതിന് വേണ്ടി പോവാണ്. സോ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ എഴുന്നേറ്റേക്കാണ്. ഇന്നാണ് നമ്മുടെ പരിപാടി. അപ്പോൾ കാലത്ത് നമുക്ക് ജർമ്മൻ ബ്രേക്ക്ഫാസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മോർണിംഗ് വ്യൂ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഹോള്. അപ്പോൾ അവിടേക്ക് പോയി അവിടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻസ് നടക്കായിരുന്നു, ഫുഡിൻ്റെയും ഡെക്കറേഷൻസിൻ്റെ ഒക്കെ. ഇവിടെ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാവരും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. ഞാനിവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഉള്ളൊരു ഫുഡാണിത്. മെയിൻ ഫുഡ് നമുക്ക് 5 മണിക്കാണ് പരിപാടി. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ്. ഇവിടെ ഓൾറെഡി നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുന്നു. ഹീലിയം ബലൂൺസ് ഒക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് ഒരുങ്ങാൻ പോയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടത് ഇങ്ങനെയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വലിയൊരു ടോയ്ലറ്റ് ഉണ്ട്. നല്ല ക്ലീനാണ്. പിന്നെ ഇതാണ് നമ്മുടെ മിറർ. അപ്പോൾ നമ്മൾ ഇവിടെ ഹാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുങ്ങി ഇവിടെ വന്നേക്കാണ്. പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞാൽ 1 മണിക്കൂർ കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോഗ്രാം തുടങ്ങി. അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാട്ടിൽ നിന്ന് നമ്മുടെ ചേട്ടൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ അനിയനും ഇവിടെ തന്നെയാണ് പഠിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നല്ല ശരിക്കും ഒരു ഫാമിലി വൈബായിട്ട് തന്നെയാണ് നമുക്ക് ശരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നത് പരിപാടിയിൽ. Rigo Varghese und Frau Nancy Rigo. Ja, mit die kleine Baby, die hübsche Richard Rigo. അതിനുശേഷം ഞാൻ നമ്മുടെ റിവോ ചേട്ടൻ്റെ പാരൻസിനെ വെൽക്കം ചെയ്യുന്നു.
Mr. Varghese Monachan and Miss Mary Varghese. Vater und die Mutter von Rivo Kostelen, Herr Varghese Monachan und Frau Mary Varghese. അതിനുശേഷം ഞാൻ നമ്മുടെ അനുശേഷിയുടെ പാരൻസിനെ വെൽക്കം ചെയ്യുന്നു. മിസ്റ്റർ തോമസ് എൻ ഡി ആൻഡ് മിസ് ടെസി തോമസ്. Dann noch den Vater und die Mutter von Ansi Kostelen, Mr. Herr Thomas Andy und Frau Tessie Thomas. അപ്പോൾ ഞാൻ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ ഫാമിലീസിനെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. Ich lade auch herzlich ein, wir haben 2 spezielle Familien. Die sind die Nachbarn von Herr Rivo. Ich willkomme herzlich die Familie James und Familie Nico. So dieses അപ്പോൾ നമ്മുടെ ശരിക്കും പറയാ കുഞ്ഞ് ജനിക്കുന്ന ഓരോ കുഞ്ഞു ബേബി ഷവറിന് ഞാനും ആദ്യമായിട്ടാണ് ബേബി ഷവറിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി എന്താണ് ബേബി ഷവർ. അപ്പോൾ this is like elegant height and has to shower no gives to schenken no അവസാനത്തെ 3 മാസമാണെന്ന് വീടുണ്ടോ. അപ്പോൾ ആൻസിക്കിന് 3 ആഴ്ച കൂടി ഉണ്ട് വാസ്തവത്തിൽ. നമുക്ക് പ്രത്യേകമായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം ഇവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, അതുപോലെ തന്നെ സുഖപ്രസവം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. Wir beten das Gebet, Vater unser im Himmel, geheiligt. Sampai